പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്തിൽ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിക്ക് ശിലയിട്ടു. മന്ത്രി വീണ ജോർജ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്തിലാണ് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിക്കുള്ള കെട്ടിടം നിർമ്മിക്കുന്നത്. നാഷണൽ ആയുഷ് മിഷൻ ഫണ്ട്, പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്ത് ഫണ്ട് എന്നിവ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ഇവിടെ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കി നൽകും. ഇപ്പൊ കമ്മ്യൂണിറ്റി ഹാൾ എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചത് മറ്റു പരിപാടികൾക്കൊക്കെ കൊടുത്തിരുന്ന ഹാളാണോ? അതെ, പഞ്ചായത്തിന് ഒരു വരുമാനം കിട്ടിയിരുന്നതാണ്. പക്ഷേ അതിനപ്പുറം ഈ നാട്ടിൽ പുതുമച്ചാലയിൽ ആയുർവേദ മെഡിക്കൽ കോളേജ് വരുമ്പോൾ ഈ നാടിന്റെ വികസന ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മുടെ കേരളത്തിന് അകത്തു നിന്നുള്ള ആളുകൾ മാത്രമല്ല, രാജ്യത്തിന് പുറത്തു നിന്ന് വിദേശ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ വന്ന് നമ്മുടെ ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശുപത്രിയിൽ ചികിത്സ തേടുകയും വെൽനെസ്സിന് വേണ്ടി, ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇവിടെ എത്തി ഇവിടെ ചികിത്സ തേടണം എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ ഇത് വിഭാവനം ചെയ്തത്. ഇതിന്റെ ആശുപത്രി എല്ലാം വളരെ താഴ്വരയിലേക്ക് ഫേസ് ചെയ്തതുപോലെയാണ്. വളരെ മനോഹരമായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് കാണുന്നത്. കോവൂർ കുഞ്ഞുമോൻ MLA അധ്യക്ഷത വഹിച്ചു. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്തതല്ല, ആരോഗ്യ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് തുടർച്ചയായി 5 വർഷം കേന്ദ്ര ഗവൺമെന്റിന്റെ അവാർഡ് കരസ്ഥമാക്കിയത് ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനം പരിശോധിച്ച് നോക്കിയപ്പോൾ അവിടെയെല്ലാം ബിലോയാണ് പ്രവർത്തനം, താഴെയാണ് അവിടെയെല്ലാം പ്രവർത്തനം. കേരളം 100% സക്സസ് ആയി എന്നുള്ളത് കൊണ്ടാണ് തുടർച്ചയായ 5 വർഷവും കേന്ദ്രത്തിന്റെ അവാർഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആരോഗ്യ പരിപാലന ശുചിത്വ രംഗത്ത് വളരെ മാതൃകയായിക്കൊണ്ട് കേരള സംസ്ഥാനം പ്രവർത്തിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ C ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, ആയുഷ് മിഷൻ സംസ്ഥാന മിഷൻ ഡയറക്ടർ ഡോക്ടർ D സജിത്ത് ബാബു, ഹോമിയോപ്പതി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ MP ബീന എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനീത R പുഷ്കരൻ, സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ ഡോക്ടർ R ജയനാരായണൻ, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പൂജ P, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് L സുധ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ V രതീഷ്, ഉഷാലയം ശിവരാജൻ, K സുധീർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.